അപ്പോൾ പിന്നീട് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഒരാൾ ഈ പേരുമായിട്ട് വരും എന്നൊക്കെ വിചാരിക്കാതെ അന്ന് പേരിടുന്നത് ഷെയ്ഖ് മുഹിയുദ്ദീൻ. എനിക്ക് ആ പേരാട്ടോ, എൻ്റെ പേര് മുഹിയുദ്ദീൻ എന്നാണ്. അതിൻ്റെ അർത്ഥം മതത്തിന് ജീവൻ കൊടുക്കുന്നവെന്നാണ്. നല്ല പേരല്ലേ എനിക്കിട്ടത്, മതത്തിന് ജീവൻ കൊടുക്കുക, മതത്തിന് ഹയാത്ത് കൊടുക്കുന്നവനാണ് മുഹിയുദ്ദീൻ. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ കയറുന്ന ലോകത്തിൻ്റെ നാനാഭാഗത്ത് അനവധി പള്ളികൾ, മൊഹീദ്ദീൻ പള്ളി എന്ന് പറയുന്നത് കോഴിക്കോട്ടുണ്ട്, പല ഭാഗത്തുണ്ട്, ലക്ഷദ്വീപിലുണ്ട്, എല്ലായിടത്തും ഉണ്ടാവും മുഹിയുദ്ദീൻ. അപ്പോൾ നിങ്ങൾ ധാരാളം കേൾക്കുന്ന പേരാണ് മൊയ്തീൻ. എന്നതിൻ്റെ മൊയ്തീൻ എന്നൊരു സിനിമയുണ്ട്. ഈ മൊയ്തീൻ, മൊയ്തു, മൊയ്തി, മോദി ആണ്. മോദി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് പേരിട്ട് മോദി എന്നാണ്. തമാശ തോന്നുന്നല്ലേ? അതിൻ്റെ കാര്യം ഞാൻ പറയാം. അതായത് മുസ്ലിം പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ, മൂത്ത ആൺകുട്ടിക്ക് ബാപ്പയുടെ പേരിടും. എൻ്റെ ബാപ്പയുടെ പേര് അബ്ദുസലാം എന്നാണ്. എൻ്റെ ഏട്ടൻ അബ്ദുസലാം എന്നാണ്. അയാളാണ് ഇടയ്ക്ക് സലാം നടുക്കണ്ടി എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രവർത്തനം നടത്തി എഴുതുകയൊക്കെ ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ആൺകുട്ടിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആരുടെ പേരിടണം? ഉമ്മയുടെ ബാപ്പയുടെ പേരിടണം. ഉമ്മയുടെ ബാപ്പയ്ക്ക് എന്താ പേര്? മോദീന്ന. മോദിന്ന് പേരിട്ടപ്പോൾ ബാപ്പ പറഞ്ഞു, ശരിയില്ല. ബാപ്പ 7ാം ക്ലാസ് വരെ പഠിച്ച ആളാണ്. ബാപ്പ പറഞ്ഞു അത് മുഹീദ്ദീനാന്ന് പറഞ്ഞിട്ട് എന്നെ സ്കൂളിലും മതിലൊക്കെ ചേർക്കും മുഹീദ്ദീൻ എന്ന് ചേർത്തി. മുഹിയുദ്ദീൻ എന്നാണ് അറബിയിൽ, എന്നെ ചേർത്തത് മുഹിയുദ്ദീൻ എന്നാണ്. അപ്പോൾ പിന്നീട് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഒരാൾ ഈ പേരുമായിട്ട് വരും എന്നൊക്കെ വിചാരിക്കാതെ അന്ന് പേരിടുന്നത്. ഞാനാണെങ്കിൽ 6ാം ക്ലാസ് തൊട്ട് പേര് മാറ്റി MN കാരശ്ശേരി എന്നാക്കി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം 6ാം ക്ലാസ് ഉണ്ടാവുക. അന്നേ ഒരു തോന്നലാണ് എനിക്ക്, ഞാൻ വായനക്കാരൻ മാത്രമല്ല എഴുത്തുകാരനാണെന്ന്. വലിയ ദുരിതമാണ് ഇതൊക്കെ. 5ാം ക്ലാസ് എനിക്കൊരു തോന്നലുണ്ട്. എന്താ അത്? ഞാൻ പ്രസംഗക്കാരനാണ്. ഞങ്ങളെ പ്രസംഗം പരിശീലിപ്പിക്കുന്നത് KT ഫിലിപ്പ് മാഷ. അതേ ഞങ്ങളുടെ ഹെഡ് മാഷൊക്കെ ആയിരുന്നു പിൽക്കാലത്ത്. അതേ ഭാഗ്യവശാൽ ഇപ്പോഴും ഉണ്ട്, 94 വയസ്സായി. ഫിലിപ്പ് മാഷ് നന്നായിട്ട് പ്രസംഗിക്കും, നല്ല സുന്ദരനാണ്, കോൺഗ്രസ്സുകാരനാണ്, നല്ല പ്രസംഗമാണ്, നല്ല ശുണ്ടിക്കാരനാണ്, വലിയ ദേഷ്യക്കാരനാണ്, നല്ല ആളാണ്, നല്ല മാഷ. അപ്പോൾ ഞാൻ ഒരു പ്രസംഗക്കാരനാണെന്ന് കണ്ടെത്തിയത് അദ്ദേഹമാണ്. 6ാം ക്ലാസ്സിൽ നിന്ന് ഞങ്ങളുടെ ക്ലാസ് മാഷാണ് ശിവദാസൻ മാഷ്, നെട്ടയം ശിവദാസ് എന്ന പേരിൽ അദ്ദേഹം എഴുതിയിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ കസിനുണ്ട് സലാം കാരശ്ശേരി. ഇവർ രണ്ടാളും പേര് കണ്ടു. പിന്നെ എനിക്ക് പരിചയമുള്ള, അന്ന് ഞാൻ പത്രത്തിൽ കണ്ട് പരിചയമുള്ള പേരാ SK പൊറ്റക്കാട്. അതൊക്കെ ഒരു അന്തസ്സുണ്ടല്ലോ കേൾക്കാൻ, SK പൊറ്റക്കാട്. അപ്പോൾ ഞാൻ അങ്ങനെ പേരിൽ കാരശ്ശേരി എന്ന് വേണം തീർച്ചയാക്കി. പിന്നെ ഈ മൊയ്തീൻ, മൊഹീദ്ദീൻ, മോദി ഒന്നും ഒരു സുഖമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പേര് N മൊഹീദ്ദീൻ നടുക്കണ്ടിയിൽ. അപ്പോൾ അത് ഞാൻ നോക്കുമ്പോൾ ഒരു താളം ശരിയാവില്ല. നമ്മൾ അക്ഷരം പഠിക്കുന്നത് എങ്ങനെയാണ്? ABCD പഠിക്കുമ്പോൾ MNOPQRST. അപ്പോൾ M എന്ന് പറയുമ്പോൾ ഒരു താളം ശരിയാണ്. അങ്ങനെയാണ് ഞാൻ MN കാരശ്ശേരി ആയത്. ഞാൻ എഴുത്തുകാരനാകട്ടോ എടുത്തിട്ട് 6ാം ക്ലാസ് തൊട്ട് എഴുത്തുകാരനാണ്. എന്താ പ്രധാനമായിട്ട് എഴുതുന്നത് MN കാരശ്ശേരി പിന്നെ കരിക്കട്ടുകൊണ്ടും ചോക്കുകൊണ്ടും മനസ്സിലുകൊണ്ടൊക്കെ ഓരോ സ്ഥലത്ത് എഴുതി വെക്കുക. അതാണ് എഴുത്ത് എന്ന് പറഞ്ഞാൽ. പക്ഷേ മറ്റു കുട്ടികളുടെ മാതിരിയല്ല എൻ്റെ കോമ്പസിഷൻ എന്ന് ശിവദാസൻ മാഷൊക്കെ അറിയാൻ. അപ്പോൾ അദ്ദേഹം എൻ്റെ അടിയിലൊക്കെ വി ഗുഡ് എന്ന് എഴുത്തരും. പിന്നെ മറ്റവർക്കൊക്കെ 3-4 മാർക്ക് ഇടുമ്പോൾ എനിക്ക് 10ൽ 7 മാർക്ക്, 7.5 മാർക്ക്, 6.5 മാർക്കൊക്കെ കിട്ടും. പിന്നെ ഈ ഫിലിപ്പ് മാഷ് ക്ലാസ്സിൽ വന്നിട്ട് ധാരാളം കവിത ചൊല്ലും, കഥ പറയും, ശിവദാസൻ മാഷും അതെ. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് ഓർക്കുന്നുണ്ട്, 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ബാപ്പയ്ക്ക് മസാലപ്പീടിയായിരുന്നു. മസാലപ്പീടി എന്ന് പറഞ്ഞാൽ ഈ ഗ്രോസറി, പലവ്യഞ്ജനക്കട എന്ന് തെക്കോട്ട് പറയുന്നു. അരിയും മുളകും പഞ്ചസാരയും ഉപ്പും ഒക്കെ വെക്കുന്ന പീടിയ. അപ്പോൾ അവിടെ അന്ന് ഈ സാധനമൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇന്നിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കടലാസിൻ്റെ ബാഗുണ്ട്. അന്ന് നാട്ടിൻപുറത്ത് എല്ലായിടത്തും ഇതൊന്നും ഇല്ല. അപ്പോൾ നാട്ടിൻപുറത്ത് എങ്ങനെയാണ്? തേക്കിൻ്റെ ഇല, പൊടുവണ്ണിയുടെ ഇലയൊക്കെ പറിച്ച്, അത് പറിച്ച് കുട്ടികൾ പീടിയെ കൊണ്ടു കൊടുത്താൽ പൊതിയാൻ വേണ്ടിയിട്ട് പീടിയക്കാരെന്ത് ചെയ്യും? കുറച്ച് ശർക്കരയോ കുറച്ച് ചായപ്പൊടിയോ കൊടുക്കും. അപ്പോൾ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാനും. പിന്നെ ചിലർ പഴയ കടലാസൊക്കെ തൂക്കി വെക്കും, അതിൽ ബുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ബാപ്പയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കച്ചവടം പൊളിയും. എന്താണ്? ബാപ്പയ്ക്ക് കച്ചവടം ചെയ്യാമെന്ന് അറിഞ്ഞൂടാ. ആര് വന്ന് ചോദിച്ചാൽ അദ്ദേഹം കൊടുക്കും, കടം കൊടുക്കും. നീ ഇന്നലെ വാങ്ങിയ അരിയുടെ പൈസ എവിടെയെന്ന് പിറ്റേന്ന് വരുമ്പോൾ ചോദിക്കൂല. അവർ എത്ര കാലം 3-4 പീടിക പൊളിഞ്ഞ് എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, കച്ചവടം പൊളിഞ്ഞ്. അപ്പോൾ അവിടെ ഈ കടലാസിൻ്റെ വിലയ്ക്ക് വിറ്റ ബുക്കിൻ്റെ കൂട്ടത്തിൽ ഒരു ബുക്ക് ഞാൻ എടുത്ത് നോക്കുമ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ മാമ്പഴം എന്ന് എഴുതിയിട്ട് ഞാനൊന്നും കേട്ടില്ല. അപ്പോൾ ഞാനതിങ്ങനെ പാടി നോക്കുമ്പോൾ ഈ പാടാൻ രീതി കിട്ടുന്നുണ്ട്. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ
അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. ഞാനിങ്ങനെ പാടി അങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണിവായ്ക്ക് ഉണ്ണാൻ വേണ്ടി വന്നതാണ് ഈ മാമ്പഴം വാസ്തവമറിയാതെ എന്നെത്തിയപ്പോഴേക്ക് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി.